വിവാഹ സമയത്ത് സ്ത്രീക്ക് കൊടുക്കുന്നത് അത് അച്ഛൻ അവരുടെ ഭാവി ജീവിതത്തിനെ മുൻനിർത്തി കൊടുക്കുന്ന സുരക്ഷിതത്തിന് വേണ്ടി കൊടുക്കുന്ന ധനമാണ്. ആ ഒരു കാരണം കൊണ്ടാണ് അത് തിരികെ കൊടുക്കണം, വിവാഹബന്ധം പിരിയുമ്പോൾ തിരികെ കൊടുക്കണം എന്ന് കോടതി പറയുന്നത്. പിന്നെ ഇതുപോലെ മാറിപ്പോയി താമസിച്ച് ചോദിച്ചാൽ ഉടനെ അങ്ങ് കോമ്പൻസേഷനും മെയിൻ്റനൻസും ഒന്നും കൊടുക്കില്ല. അവരുടെ ജീവിത രീതി, ആരുടെ പേരിലാണ് കുറ്റം, പിരിയാനുണ്ടായ കാരണം എന്ത് എന്നെല്ലാം അന്വേഷിച്ചതിന് ശേഷം എലിജിബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ കോടതി അത് ഉത്തരവ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ് ഒരുപാട് കേസുകളിൽ കൊടുക്കുന്നുണ്ട്. കാരണം അതിന് കാരണക്കാര് അതിലുണ്ടായ 3 or 4 കുട്ടികളെ വളർത്തേണ്ട ഉത്തരവാദിത്വം ഈ അമ്മയിൽ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊടുത്തേ പറ്റുള്ളൂ. അതിന് രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് ജനിച്ച കുട്ടികൾ അയാൾ വളർത്താൻ, 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ 2 പേരും ഷെയർ ചെയ്യണമെന്ന് കോടതി പറയാറുണ്ട് ചെലവിന് കിട്ടാൻ. പിന്നെ ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ എറണാകുളം ജില്ലയിലുള്ള എത്രയോ ഫ്ലാറ്റുകളുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കണം. എന്തുമാത്രം സ്ത്രീകൾ വീട്ടുപണിക്ക് പോയിട്ട് കുടുംബം പുലർത്തുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ മുഴുവൻ പോയി അധ്വാനിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കള്ളും കുടിച്ചു കിടക്കുന്ന ഭർത്താവിനും കൂടി ചെലവിന് കൊടുത്തിട്ട് ജീവിക്കുന്ന സ്ത്രീകളുള്ള സമൂഹത്തിൽ അവർ അന്വേഷിച്ചു കൊണ്ടുവരുമ്പോൾ ചില സമയം ലീഡർഷിപ്പ് അവർക്കായിട്ട് വരും. മനസ്സിലായി? ആ ലീഡർഷിപ്പിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ആരാണോ ചുമതലകൾ ഏറ്റെടുക്കാൻ കരുതലോടുകൂടിയും ധൈര്യത്തോടുകൂടിയും മുന്നോട്ട് വരുന്നത് അവര് ലീഡർഷിപ്പ് നേടും. ഞാനൊന്ന് പറഞ്ഞു തരട്ടെ, എന്തായാലും അവസാനിപ്പിക്കല്ലേ. അപ്പൊ ആ ലീഡർഷിപ്പിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആരെ ഭരിക്കണോ എന്ന് ചോദിക്കേണ്ട ഒരു വിഷയം ഇല്ല. മെയിലിനും ഫീമെയിലിനും അവരുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഇൻ കേസ് റെയർ ഔട്ട്കംസ് വരാം. ഇൻ കേസ് മെയിലിന് ഒരു ബാഡ് ഔട്ട്കം വന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പ്രതിവിധി നിങ്ങൾ ഉണ്ടാക്കണം. അതിന് പകരം ആണിനെയും പെണ്ണിനെയും ഇവിടെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഒരു സെക്കൻഡ്, എന്റെ പൊന്നെ, ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ പറയണം. ശരി, പറയും. നമ്മൾ ഇത്രയും ചർച്ചയൊക്കെ ഇവിടെ നടത്തി, എല്ലാരും ക്ഷമശീലമാക്കുക. ക്ഷമശീലമാക്കി അതനുസരിച്ച് ജീവിച്ചു നോക്കുക. എല്ലാ ഐശ്വര്യവും താനേ വന്നു ചേരും. മാത്രല്ല, അമ്മയ്ക്ക് ക്ഷമയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. താമസിക്കുന്ന കരുതാപ്പുഴ കൂടല്ലേ? അതെ. ഓക്കെ, റെഡി. കൂടുമ്പോ എമ്പൗണ്ടാണ് കുടുംബം എന്ന് പറയുന്നു. ഇവിടെ ഒരു വില്ലൻ കടന്നു വരുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ സംസ്ഥാനത്ത് നടന്നൊരു ഉദാഹരണം ഞാൻ പറയാണ്. 4.5 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി, ആ കുട്ടിയുടെ 9 വയസ്സും 12 വയസ്സുള്ള ഏട്ടന്മാരോടൊപ്പം വീടിന്റെ സമീപത്തുള്ള കാട്ടിൽ ഒളിച്ചിരുന്നു. എന്തിനാന്ന് വെച്ചാൽ മദ്യപനായ അച്ഛൻ കടന്നു വരുമ്പോൾ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണ്. ആ കൊച്ചു പെൺകുട്ടി വിഷപ്പാമ്പിനെ അടിയിട്ട് മരിച്ചു വീണു. ഇതിന് ഉത്തരവാദിത്തം നമ്മളല്ലേ? 9 വർഷം 29 ബാറുണ്ട്, ഇപ്പോൾ 941 ബാറായി. അതിന്റെ ഉത്തരവാദിത്വം നമുക്കില്ലേ? അതിനെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ആലോചിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.